മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ എനിക്ക് പറ്റിയത് ഇനി തുടങ്ങുന്ന വ്യക്തികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ശരിക്കും യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 5-6 മാസത്തോളം ആയിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും ക്ലിയർ ആയിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം എങ്ങനെയാണ് മോണിറ്റൈസിങ് എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസിങ് ചെയ്യുന്നത്, അതെനിക്കൊരു ചെറിയൊരു ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു എന്താ പറയുക 1K സബ് ആകുമ്പോഴാണല്ലോ നമ്മുടെ മോണിറ്റൈസിങ് ആവണത്. അപ്പം ആ ടൈം ആകുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതും ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി കാണാൻ പറ്റും. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാനൊരു വീഡിയോ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നും ഷോർട്സ് എങ്ങനെ എടുക്കണതെന്നും വീഡിയോസിന് എങ്ങനെ വ്യൂസ് കൂടാമെന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതൊരു ടൈം പാസിന് എടുത്ത ചാനലല്ല. കാരണം നമുക്ക് ശരിക്കും ടൈം കിട്ടാനില്ല. ഒരു ഹൗസ് വൈഫാണ്, എനിക്കൊരു ചെറിയൊരു 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ടൈമില്ല. നമ്മൾ നൈറ്റൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ചാനൽ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ അതിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് ഒരുപാട് വരുമാനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. അത് നമുക്ക് കുറച്ച് ഞാൻ പെട്ടെന്ന് മോണിറ്റൈസിങ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി നാളുകളായിട്ടാണെങ്കിൽ നമുക്ക് ചെറിയ വരുമാനം കിട്ടുകയെന്ന് അങ്ങനെ ഒരുപാട് എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു ഷോർട്ടാണ് ഞാൻ ഇട്ടത്. അത് മോളുടെ കാതുകുത്തലിൻ്റെ ഒരു ഷോർട്ട്സാണ് ഇട്ടത്. അതിന് എനിക്കൊരു 22K വ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു 70-74 അങ്ങോട്ട് സബ് എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ഷോർട്ട്സിൽ തന്നെ 70 സബ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ 200 സംതിങ് ലൈക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് അത്രയൊന്നും കിട്ടും, ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു 250 പേര് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടൽ മുമ്പ് ഇങ്ങനത്തെ ആയിരുന്നു. 250 പേര് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും കൂടി ഒരു 100 ലൈക്കെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ. അങ്ങനെ ഞാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇത്രയും കിട്ടിയപ്പോൾ 22K വ്യൂസൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ എനിക്കിനി ഓരോ ഷോർട്സൊക്കെ ഇടുമ്പോൾ എനിക്ക് ഇതിനും കൂടുതൽ കിട്ടുന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷ. നെക്സ്റ്റ് ഷോർട്സ് ഇട്ടിട്ട് എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോസിൽ ആദ്യമൊക്കെ ഷോർട്സ് ഇടുമ്പോഴേക്ക് 1 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഹസ്ബൻഡാണ് ഇടാറ്. ആളാണ് ഫസ്റ്റ് ലൈക്ക് എനിക്ക് ഇടാറ്. അങ്ങനെ 1 ലൈക്ക് 2 ലൈക്ക് 3 ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എന്നാലും ഞാൻ വീഡിയോസൊന്നും നിർത്തിയില്ല. പിന്നെ തുടർന്ന് പോകണമെന്ന് തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടായിരുന്നു. കാരണം എനിക്ക് ലൈക്കില്ല, വ്യൂസ് കൂടുന്നില്ല. ഒരു 1K വ്യൂസൊക്കെ വരെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആകെ എൻ്റെ ഷോർട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കുന്നത് 22K വ്യൂസ് മോളുടെ കാതുകുത്തലിൻ്റെയാണ്. അതിന് ശേഷം ഒറ്റ ഷോർട്സിൽ എനിക്ക് അത്ര വ്യൂസ് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നമ്മളുടെ കണ്ടൻറ്റിൻ്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് മനസ്സിലാകുന്നു. എന്നിട്ട് ഞാൻ എനിക്ക് ചില സമയത്ത് ടൈം കിട്ടാണ്ടാവുമ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ എന്തെങ്കിലും വേർഡ്സൊക്കെ എടുത്തിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്യും. സോങ്ങൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടു. അപ്പോൾ അതിനൊരു 2K ഒക്കെ വ്യൂസ് കയറി തുടങ്ങി. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി. കാരണം നമുക്ക് ടൈം ഇല്ലാത്ത സമയത്ത് ശരിക്കും നമ്മൾ ഡെയിലി ഓരോ ഷോർട്സ് എങ്കിലും നമ്മൾ ഇടണം. നമ്മൾ ഒരുപാട് വീഡിയോസും ഷോർട്സ് ഇട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ യൂട്യൂബിൽ നേടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഷോർട്സ് എനിക്ക് മോളുള്ള കാരണം അങ്ങനെ എപ്പോഴും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ ചില സമയം കിട്ടാത്ത സമയത്ത് ഞാൻ വേഗം ഗൂഗിളിൽ നിന്ന് സെർച്ചൊക്കെ ചെയ്തിട്ട് ചില വേർഡ്സൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടും. അപ്പോൾ നല്ല വ്യൂസും ലൈക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയ മടിയല്ല ടൈം കിട്ടാത്ത പോലെ ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങി. പിന്നെ വീഡിയോസിലൊക്കെ എൻ്റെ നോക്കിയാൽ അറിയാം, എൻ്റെ ഫസ്റ്റ് ഇട്ട വ്ളോഗിന് മാത്രമാണ് എനിക്ക് 460 വ്യൂസൊക്കെ കയറിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ പിന്നെ അത് 100 ആയി, 80, 50, 40 വരെ വ്യൂസായി എൻ്റെ വീഡിയോസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ലൈക്കൊക്കെ വളരെ കുറവാണ്. എനിക്ക് വീഡിയോസിനൊക്കെ എനിക്ക് 4 ലൈക്കൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ കരുതി കഴിയുമ്പോൾ ഞാൻ എന്തോരം പ്രതീക്ഷിച്ചിരുന്നു. കാരണം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും പേരെ എനിക്ക് ലൈക്ക് തരുന്നുള്ളത് വീഡിയോസിനൊക്കെ. എനിക്ക് അത്ര പോലും ലൈക്കില്ല, 4-3 ലൈക്കൊക്കെ എനിക്കുള്ളൂ. എന്നാലും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ, അതും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് ഷോർട്സൊക്കെ ഇട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എനിക്ക് തോന്നുന്നു ആക്ടർ ശ്രീനിവാസൻ മരിച്ച സമയത്ത്
അവിടെ ലാലേട്ടനും മമ്മൂക്കയും വന്നിട്ട് ഇരിക്കുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേരിട്ട് റീൽസ് ഞാൻ അങ്ങനെ കണ്ടായിരുന്നു, ഷോർട്സ് കിട്ടി ഞാൻ കണ്ടായിരുന്നു, യൂട്യൂബിലും അതിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആ ഇതെടുത്തിട്ട് ഞാൻ എൻ്റെ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഒരു 20 സെക്കൻഡുള്ള വീഡിയോ ആക്കിയിട്ട് ഞാനത് യൂട്യൂബിലിട്ടു. അതെനിക്ക് തോന്നുന്നു 2.6 മില്യൺ വരെ വ്യൂസ് എനിക്ക് കയറി കേട്ടോ. അതിലെനിക്ക് 1K സബ് കിട്ടി, 300 സംതിങ് K ലൈക്ക്, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ആ ഒറ്റ ഷോർട്സിലാണ് എനിക്ക് ശരിക്കും 1K, എനിക്ക് ആകെ 146 വാച്ചിങ് അവേഴ്സാണ് ഉണ്ടായത് ഈ ഷോർട്സ് ഇടുന്നതിന് മുമ്പ്. വ്യൂസ് ആകെ 30-ഓ 70-ഓ ഈ കറക്റ്റ് ഓർമ്മയില്ല, അവരിടയിൽ വ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സബ് 220 സബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരൊറ്റ 20 സെക്കൻഡുള്ള ഈ ഒരൊറ്റ ഷോർട്സ് ഇട്ടപ്പോഴാണ് എനിക്കത് 1K സബ് അതിൽ തന്നെ കൂടിയതും വാച്ചിങ് അവേഴ്സ് ഒറ്റയടിക്ക് 3000 കഴിഞ്ഞു. 3000 കഴിഞ്ഞ് 4000 എത്താറായ സമയത്ത് എൻ്റെ പ്രതീക്ഷ എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആവാറായി. കറക്റ്റ് 1K സബ് ആവുമ്പോൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ മെസ്സേജ് വരും, മോണിറ്റൈസിങ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വരും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം എനിക്ക് ഒരിക്കലും 220 സബും 146 വാച്ചിങ് അവേഴ്സും ഉണ്ടായി എനിക്ക് അറിയില്ലല്ലോ. കാരണം മോണിറ്റൈസിങ് ആവാൻ ഇനിയും സമയമുണ്ട്, അപ്പോൾ നോക്കിയാൽ മതിയല്ലോ ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഒരു ഷോർട്സ് ഇട്ട് 2-3 ദിവസത്തിനുള്ളിലാണ് എനിക്ക് വാച്ചിങ് അവേഴ്സ് 4000 കഴിഞ്ഞ് ഇപ്പം എനിക്ക് വാച്ചിങ് അവേഴ്സ് 8.1Kയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയിട്ടില്ല. കാരണം ഷോർട്സിൽ കയറുന്ന വാച്ചിങ് ടൈമും വ്യൂസും മോണിറ്റൈസിങ് ആവാനായിട്ടുള്ളൊരു കാരണമല്ല അത്. കാരണം നമ്മൾ വീഡിയോസിലാണ് നമ്മൾ വ്യൂസും നമ്മുടെ വാച്ചിങ് ടൈമും കൂട്ടേണ്ടത്. അങ്ങനെ ഈ 2.6 മില്യൺ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ എൻ്റെ സബ് നോക്കുമ്പോൾ സബ് ഇങ്ങനെ 2, 3, 4, 5, 10 വീതം സബ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നൊക്കെ വെച്ചാൽ ഒരു 5-6 മാസത്തിനിടയ്ക്ക് ഞാൻ ഒരു 2 ദിവസം കൂടുമ്പോഴാണ് ഒരു 2 സബ് കൂടുന്നത്. ഇത് നമ്മൾ മിനിറ്റിന് നോക്കുമ്പോൾ സബ് കയറി പോകണം, വ്യൂസ് കയറി പോകണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ 2-3 ദിവസത്തേക്ക് വീഡിയോ ഇടണ്ടാന്ന് വെച്ചിട്ട് 2-3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് നടന്നു. ഷോർട്സ് ഇട്ടില്ല, വീഡിയോസ് ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. കാരണം ഇതിങ്ങനെ വ്യൂസ് കയറാണ്. ഞാൻ നോക്കുമ്പോൾ 1K കഴിഞ്ഞു, 2K കഴിഞ്ഞു, 100 200 1 മില്യണായി, 2 മില്യണായി, അങ്ങനെ കയറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എന്തിനാണ് നമ്മൾ വീഡിയോസ് ഇടണം, ഇങ്ങനത്തെ ഒരു ഷോർട്സ് ഏതെങ്കിലും ഷോർട്സ് നമ്മൾ വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വീഡിയോസ് ഇടണ്ടെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പം ഞാൻ 2-3 ദിവസത്തേക്ക് വീഡിയോസ് ഇട്ടില്ല, ഷോർട്സ് ഇട്ടില്ല. പക്ഷേ 1K ആവുമ്പോൾ ഞാൻ രാത്രി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1K ആകുമ്പോൾ തന്നെ മോണിറ്റൈസിങ് ആവുമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നൈറ്റ് നോക്കിയിരിക്കുകയാണ്. എൻ്റെ മൊബൈൽ മോണിറ്റൈസിങ് ഉള്ളൊരു എന്തെങ്കിലും മെസ്സേജ് വരുമെന്ന് വെച്ച് നോക്കിയിരിക്കുകയാണ്. മെസ്സേജ് വന്നില്ല. 1K കഴിഞ്ഞു. എൻ്റെ വ്യൂസ് വാച്ചിങ് ടൈമൊക്കെ എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചതേ ഇപ്പം മോണിറ്റൈസിങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി കിട്ടുന്ന വ്യൂസ് അനുസരിച്ചുള്ള നമുക്ക് പേയ്മെൻറ്റ് വരാം. കാരണം നമുക്ക് ഇത്രയും നാൾ നമുക്ക് കിട്ടിയ വ്യൂസോ വാച്ചിങ് ടൈമോ അതൊന്നും കൂട്ടില്ലല്ലോ. നമ്മുടെ മോണിറ്റൈസിങ് ആയതിനു ശേഷമുള്ള നമ്മുടെ വ്യൂസും വാച്ചിങ് ടൈമാണ് യൂട്യൂബ് നമ്മൾ കണക്കാക്കാം നമുക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനത് എനിക്ക് ടെൻഷനായി. കാരണം വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴെങ്കിലും മോണിറ്റൈസിങ് ആയാലാണ് നമുക്ക് എന്തെങ്കിലും ഇതിങ്ങനെ ഈ ഷോർട്സിൽ വ്യൂസ് കൂടാണല്ലോ. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ രാത്രി ഒന്ന് നോക്കിയപ്പോൾ ബ്ലൂ കളറിൽ അപ്ലൈ എന്നുള്ളത് ബ്ലൂ കളറിൽ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. രാത്രി തന്നെ ഞാൻ ഒരുപാട് പേര് വീഡിയോസ് കണ്ടു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം, നമ്മുടെ അക്കൗണ്ട് നമ്പർ എന്തോ അതിൽ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. നമ്മൾ 2-3 സ്റ്റെപ്പ് കഴിയണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മോണിറ്റൈസിങ് ആയതിൻ്റെ നമുക്ക് യൂട്യൂബ് റിപ്ലൈ തരുള്ളൂ. അത് റിജക്റ്റ് ആയി പിന്നെ 1 മാസം കൂടി പിടിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ശരി, നമ്മൾ 4000 മണിക്കൂർ ആവുന്നതിന് മുമ്പേ നമ്മൾ മോണിറ്റൈസിങ് അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ കണ്ട വീഡിയോസിന് എനിക്ക് മനസ്സിലായത്. നമ്മളൊരു 3000 കഴിയുമ്പോൾ തന്നെ ഹാഫ് മോണിറ്റൈസിങ് ആകും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 4000 വാച്ചിങ് അവേഴ്സ് ആകുമ്പോഴേക്കും നമുക്കത് ചെയ്ത് കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്.
എനിക്ക് അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ വന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ എനിക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു. അതിന് ശേഷം എനിക്ക് ജിമെയിലൊരു മെസ്സേജ് വന്നു. അല്ലാതെ എനിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരു 5 എന്താ പറയുക, ഒരു YT സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതല്ലോ. YT സ്റ്റുഡിയോയിൽ കാണാം 5 ബോക്സിൽ നമുക്കൊരു മെമ്പർഷിപ്പ്, അങ്ങനെ എന്തോ സംഭവങ്ങൾ 5 ബോക്സിലായിട്ട് കാണാം. അതൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ മോണിറ്റൈസിങ് ആയില്ല? ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് ഒരു ചേച്ചിയായിട്ട് സംസാരിച്ച് വാട്സപ്പിൽ അവരെല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അവർ വീഡിയോസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടു, ഞാൻ ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് എൻ്റെ വാച്ചിങ് ടൈമും എന്താ പറയുക 4000 ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മൊബൈൽ വാച്ചിങ് ടൈം 8.1K കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്ത് എനിക്ക് തോന്നുന്നു ഷോർട്സിൻ്റെ വ്യൂസും വാച്ചിങ് അവേഴ്സും ഇതിൽ നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഈ ഒരു വ്യൂസ് കൂടി തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോസും ഷോർട്സുകളിലും കുറച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ നിങ്ങൾക്കൊരു അബദ്ധം കാണിക്കരുത്. കാരണം നമ്മൾ ഷോർട്സിലെ വ്യൂസ് ഒരിക്കലും എടുക്കുമെന്ന് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പല ആൾക്കാർ പല ടൈപ്പിലാണ് നമ്മുടെ വീഡിയോസിൽ പല വ്യക്തികളും പറയുന്നത് ഷോർട്സാണ് കൂടുതൽ ഇടേണ്ടത്, ചിലർ പറയും വീഡിയോസിലാണ് വ്യൂസ് കൂടേണ്ടതെന്നൊക്കെ. ഈ ഷോർട്സിനാണെങ്കിൽ 2.6 മില്യൺ വ്യൂസും 1K സബും കയറിയത്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വാച്ചിങ് അവേഴ്സ്. 8.1K വ്യൂസ് 2.6 മില്യണുമാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസും കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഹാഫ് മോണിറ്റൈസിങ് ആയിക്കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ്, മെമ്പർഷിപ്പ് എന്നിങ്ങനെ 5 ഐറ്റം ഉണ്ട്. അത് നമ്മൾക്ക് വരും. വാച്ചിങ് പേജ്, ആഡ്സ്, ഷോർട്സ്, ഫീഡ് എന്നിങ്ങനെ 5 ഐറ്റം വരും. എന്നിട്ടും എൻ്റെ വ്യൂസ് എല്ലാം കൂടിയിട്ടും വാച്ചിങ് അവേഴ്സ് കൂടിയിട്ടും ഇവിടെ 132 വാലിഡ് വാച്ചിങ് അവേഴ്സ് കാണിക്കുന്നുള്ളൂ. ഞാനിവിടെ അപ്ലൈ നൗ എന്നുള്ള ഒരു ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ കണ്ടോ, അവിടെ ആഷ് കളർ കണ്ടോ, അവിടെ ബ്ലൂ കളറായിരുന്നു. അത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അത് അങ്ങനെ വന്നത്. അപ്പോൾ ഇനി എനിക്ക് ഒന്നും കൂടി എന്താ പറയുക, നന്നായിട്ട് പരിശ്രമിച്ചാലാണ് ഇനിയിപ്പോൾ 4000 മണിക്കൂർ എനിക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ല, ഇതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ട് അതിലൊരു ചേച്ചി ഇതേപോലെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഒരു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വാട്സപ്പിൽ ആളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞത് തന്നെ 4000 വാച്ചിങ് ടൈം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷോർട്സിൻ്റെ വാച്ചിങ് ടൈം കൂട്ടത്തില്ല എന്ന് തോന്നുന്നു. ശരിക്കും എൻ്റെ മൊബൈൽ ഇത്രയും കാണിക്കുന്നുണ്ട്, പക്ഷേ താഴെ 130 എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടിക്കാണ് ഞാൻ വീഡിയോസ് ഷോർട്സ് ഒരാഴ്ച ഞാൻ ഇട്ടിരുന്നില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോസ് ഇടുമ്പോൾ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് പഠിക്കണം. യൂട്യൂബ് എങ്ങനെ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മുമ്പൊക്കെ ഒരു വീഡിയോസും വ്ളോഗൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാനും ഇത് വീഡിയോ എടുക്കാനും ഇതിൽ അപ്ലോഡ് ചെയ്യാനും. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വ്യൂസ് ഇല്ല, കമൻ്റ് ഇല്ല, ലൈക്ക് ഇല്ല, ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര വിഷമാവില്ല ഈ കാര്യത്തിൽ. എനിക്ക് പ്രത്യേകിച്ച് ഇതിങ്ങനെ കയറിയിട്ട് എൻ്റെ മിസ്റ്റേക്ക് ആവാം. ശരിക്കും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മറ്റൊരു വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് വരും എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ഈ ഷോർട്സ് ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് നോക്കിയിട്ട് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കണ്ടില്ല. അത് കാരണമാണ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടത് തന്നെ, ഷോർട്സ് ഇട്ടത് തന്നെ. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഷോർട്സ് ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. കാരണം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇനി വരരുത്. അപ്പോൾ ഇനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ 130 ആയിട്ടുള്ളൂ. എനിക്ക് 4000 ആവണമെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇട്ടാലാണ്, നല്ല നല്ല കണ്ടൻറ്റ് കൊണ്ടുവന്നാലാണ് എനിക്ക് വാച്ചിങ് ടൈം കൂടത്തുള്ളൂ. അപ്പോൾ നിങ്ങളും വീഡിയോസ് ഇടുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി നല്ല നല്ല കണ്ടൻറ്റ് ഇടാം. അതേപോലെ എന്താ പറയുക, പ്രേക്ഷകർക്ക് നമ്മൾ കാണുന്ന നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം, ഏതിലാണോ നമുക്ക് ഒരുപാട് വ്യൂസ് കൂടിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വീഡിയോ ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ എൻ്റെ കണ്ടൻറ്റായിട്ട് എൻ്റെ വീട്ടിൽ നടക്കുന്ന കുക്കിങ്ങോ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങളോ അതൊക്കെയാണ് എൻ്റെ കണ്ടൻറ്റിൽ ഞാൻ ഉൾപ്പെടുന്നത്. അല്ലാതെ സ്ഥിരമായൊരു കുക്കിംഗ് വീഡിയോ തന്നെ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന എന്തെങ്കിലും വീഡിയോ ഇന്ന് സ്ഥിരമായിട്ട് ഒരേ ഇത് തന്നെ അല്ലാണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടേക്കുന്നത്. എൻ്റെ പലതരം വീഡിയോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്ന് ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പുറത്ത് പോകുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഇപ്പോഴും പഠിച്ച് വരുന്നതേ ഉള്ളൂ. എല്ലാ കാര്യവും ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എന്നെപ്പോലെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാതെ ഇരിക്കട്ടെ.
അപ്പോൾ ഇനിയും നല്ല നല്ല കണ്ടൻറ്റൊക്കെ എൻ്റെ വീഡിയോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കും, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.